ഹായ് ഡിയേഴ്സ്, ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു നെയ്യപ്പത്തിൻ്റെ റെസിപ്പി ആയാലോ. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയത് മാത്രമല്ല, കഴിക്കാനും വളരെ രുചിയാണ്. എന്നാൽ നമുക്ക് ഈ നെയ്യപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കിയാലോ. ഒരു കപ്പ് വെള്ളമെടുത്ത് നമുക്കതിലേക്ക് ചുടുവെള്ളമാണ് എടുക്കുന്നത്. ചുടുവെള്ളത്തിലേക്ക് 1 സ്പൂൺ ഈസ്റ്റ് ഇട്ട് പൊങ്ങാൻ വെക്കാം. ഈസ്റ്റ് നല്ല രീതിയിൽ തന്നെ നമുക്കതൊന്ന് ചുടുവെള്ളത്തിലേക്ക് മിക്സാക്കിക്കൊണ്ട് അതിലൊരു സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് നമുക്കൊന്ന് ഇളക്കി വെക്കാം. ഇതിലേക്ക് 1 കപ്പ് റവ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് നല്ല രീതിയിൽ കട്ടകളില്ലാതെ ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. കൂടാതെ നമ്മൾ ഇതിലേക്ക് 1 കപ്പ് മൈദയും കൂടി ചേർക്കുന്നുണ്ട്. അതും ഇതിലേക്ക് കട്ടകളില്ലാതെ ഒന്ന് അലിയിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ബാറ്റർ കട്ടിയായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് പാലൊഴിച്ച് നമുക്കൊന്ന് ലൂസാക്കാം. നമ്മളിതിൽ ചേർക്കുന്നത് വറുത്ത റവയല്ല, റവ അതേ രീതിയിൽ തന്നെ ചേർത്തതാണ്. നമുക്കിത് നല്ല രീതിയിൽ കട്ടകളില്ലാതെ തരി പോലും ഇല്ലാതെ ഇങ്ങനെ സ്പൂണ് കൊണ്ട് ഇളക്കി ഈ മാവൊന്ന് സെറ്റാക്കി എടുക്കണം. ഒട്ടും തരികളില്ലാതെ നമുക്കിത് ഒന്ന് ഈ പരുവത്തിലാക്കി എടുക്കണം. ഇങ്ങനെ ഇത് നല്ല രീതിയിൽ യോജിപ്പിച്ചെടുത്തതിന് ശേഷം 1/2 മണിക്കൂർ ഈ മാവൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. റവ ഒന്ന് കുതിരാനും നല്ല രീതിയിൽ ഒന്ന് പൊങ്ങി വരാനും വേണ്ടിയാണിത്. അത് കഴിഞ്ഞതിന് ശേഷം ഇതിലേക്കൊരു നേന്ത്രപ്പഴം പുഴുങ്ങി മിക്സിയിൽ അടിച്ചതിന് ശേഷമാണ് ഇതിലേക്ക് ചേർക്കുന്നത്. അതും ഇതിനോട് നല്ല രീതിയിൽ തന്നെ കട്ടകളില്ലാതെ യോജിപ്പിച്ചെടുക്കണം. പറയുന്നത് പോലെ തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും നിങ്ങളാരും മറക്കരുത്. ഇതിലേക്ക് 1 സ്പൂണ് കരിഞ്ജീരകം ചേർത്തിട്ടുണ്ട്. അതും ഇതിന് ഇട്ടിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. കുറച്ച് ഏലക്കായ് പൊടിച്ചതും കൂടി ചേർക്കാം. അടുത്തതായി ഇതിലേക്ക് ഒരു 2 അച്ച് ശർക്കര പൊടിച്ചത് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ശർക്കരയും ഇതിൽ ശർക്കര പൊടികളൊക്കെ ഉണ്ടാകും. കട്ടകളായിട്ട് നമുക്ക് ഇത് നല്ല രീതിയിൽ തന്നെ ഒന്ന് ഉടച്ചെടുക്കാം. ശർക്കര നല്ല രീതിയിൽ അലിഞ്ഞതിന് ശേഷം നമുക്കിത് ചുട്ടെടുക്കാം. അതിനു വേണ്ടി ഒരു നോൺ സ്റ്റിക്ക് ചെറിയ പാൻ അടുപ്പത്ത് വെച്ച് ഇതിലേക്ക് ഒരു കയ്യിൽ മാവ് ഒഴിക്കാം. മീഡിയം തീയിൽ നമുക്കിത് ചുട്ടെടുക്കാം. ഒരു ഭാഗം വെന്തതിന് ശേഷം മറ്റേ ഭാഗം മറിച്ചിടാം. ഇങ്ങനെ ഒരു നെയ്യപ്പം വേകാൻ 2-3 മിനിറ്റ് മാത്രം മതിയാകും. നെയ്യപ്പം തവിയിൽ നമ്മൾ ഒഴിക്കുമ്പോൾ കുറച്ച് ചൂടാവശ്യമാണ്. അത് കഴിഞ്ഞാൽ മീഡിയം സൈസിലാക്കാം. സ്വർണ്ണ കളറുള്ള നമ്മുടെ നെയ്യപ്പം ഇതാ ഒന്ന് ചുട്ടെടുത്തു. നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാം. അടുത്തതായി ഒരു കയ്യിലും കൂടി നമുക്ക് അതിലേക്ക് ഒഴിച്ച് ഇങ്ങനെ തന്നെ ചുട്ടെടുക്കാം. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ രീതിയാണിത്. നമുക്കിതിൽ ഇങ്ങനെ വെളിച്ചെണ്ണ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഒഴിച്ച് കൊടുക്കാം. ഇങ്ങനെ നമുക്ക് ഓരോ നെയ്യപ്പവും മീഡിയം സൈസ് തീയിലാക്കിക്കൊണ്ട് ഓരോന്നോരോന്നായി ചുട്ടെടുക്കാം. നെയ്യപ്പം തന്നെ പല രീതിയിലും ചുട്ടെടുക്കാറുണ്ട്. ഇവിടെ നമ്മൾ അരിപ്പൊടി ചേർക്കാതെയാണ് ഇത് ചുട്ടെടുക്കുന്നത്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഈ നെയ്യപ്പത്തിൻ്റെ രീതി നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. വളരെ ടേസ്റ്റിയാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. നല്ല മയവും ഉണ്ടായിരിക്കും. നമ്മുടെ നെയ്യപ്പം എല്ലാം ചുട്ടെടുത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് കഴിക്കാം. കട്ടൻ ചായയുടെ കൂടെ ഇത് കഴിച്ചാൽ വളരെ രുചിയായിരിക്കും. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകളും രേഖപ്പെടുത്താൻ മറക്കരുത്. മൈദയും റവയും ചേർത്ത ഈ നെയ്യപ്പം കഴിക്കാൻ വളരെ രുചിയാണ്. ഇത് കണ്ടുപിടിക്കുന്ന എല്ലാവർക്കും താങ്ക് യു.